നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ എക്സസൈസും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമിന് വരുന്ന കുറച്ച് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 4 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഗ്രാഫാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് ആവാൻ സാധ്യതയില്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ അപ് ടു 2 സീറോസ് വരെ വരാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഗ്രാഫ് എടുക്കുമ്പോൾ അതിൽ ഒറ്റ സീറോസും ഇല്ല. അതായത് എങ്ങനെ സീറോസ് കണ്ടുപിടിക്കുക? ഗ്രാഫ് നോക്കിയിട്ട് അതിലെ എക്സ് ആക്സിസിൽ എവിടെയൊക്കെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ അത് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ സീറോസ് പറയുക, എത്ര സീറോസ് ഉണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ ഇവിടെ അത് എക്സ് ആക്സിസിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ സീറോസ് ഇല്ല. ഇവിടെയാണെങ്കിൽ അത് ഒരു പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ 1 സീറോ ഉണ്ട്. ഇവിടെ അത് 2 പോയിന്റിൽ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 2 സീറോ ഉണ്ട്. പക്ഷേ ഇവിടെ 3 സ്ഥലത്ത് അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എക്സ് ആക്സിസിൽ, അതുകൊണ്ട് അതിന് 3 സീറോസ് ഉണ്ട്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഒരിക്കലും 3 സീറോസ് ഉണ്ടാവുകയില്ല. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2. 3 സീറോസ് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ലാസ്റ്റ് ഓപ്ഷനാണ് അതിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് ആവാത്തത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആർ 3 and -10. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സമ്മ് തന്നിട്ടുണ്ട് സീറോസിൻ്റെ. അതായത് സീറോസ് നമ്മൾ ആൽഫയും ബീറ്റയും ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 3യും ആൽഫ ഇൻറ്റു ബീറ്റ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -10 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാം. ഈ 4 ഓപ്ഷനിൽ ഏതായിരിക്കും ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അതായത് x² മൈനസ് സം ഓഫ് ദ സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ്. ഇവിടെ സം എത്ര തന്നിരിക്കുന്നത്? 3. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ x² മൈനസ് ഈ മൈനസ് ഇവിടെ ഉള്ളതാണ് കേട്ടോ. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? 3. അപ്പോൾ 3x പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ അതായത് പ്രോഡക്റ്റ് എത്രയാണ്? -10. അപ്പോൾ x² മൈനസ് 3x -10. അത് ഈ ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതുകൊണ്ട് സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ഫോം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് തന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ പോളിനോമിയലിൻ്റെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസാണ് ഡയറക്റ്റ് തന്നിരിക്കുന്നത്. സമ്മും പ്രോഡക്റ്റും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 5 എന്നും ബീറ്റ ഈക്വൽ ടു -3 എന്നും ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ എത്ര വരും? 5 - 3 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതേപോലെ തന്നെ ആൽഫ ഇൻറ്റു ബീറ്റ ഇവിടെ പ്രോഡക്റ്റ് എന്ത് കിട്ടും? 5 ഇൻറ്റു -3 അതായത് -15 എന്ന് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പോളിനോമിയൽ ഉണ്ടാക്കിക്കൂടെ? ഇത് തന്നെയാണ് നമ്മുടെ ജനറൽ ഫോം. x² മൈനസ് സം ഓഫ് ദ സീറോസ് എത്രയാണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് എത്രയാണ്? -15. അപ്പോൾ ഇവിടെ നമുക്ക് ആ മൈനസ് കൊടുക്കാം. x² മൈനസ് 2x -15. അപ്പോൾ ഇത് ഓപ്ഷൻ സി ആണ് അത് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ മനസ്സിലായല്ലോ? ഈ ഒരു ഫോം ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സമ്മും പ്രോഡക്റ്റും ഡയറക്റ്റ് തരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ സീറോസ് ആണെങ്കിൽ അതിൻ്റെ സമ്മും പ്രോഡക്റ്റും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളിനോമിയൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിൻ്റെ സീറോസ് പോസിറ്റീവ് ആവോ രണ്ടും? അതോ രണ്ടും നെഗറ്റീവ് ആവോ? അതില്ലെങ്കിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണോ? അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണോ? ആ പോളിനോമിയലിനെ നോക്കിയിട്ട് വേണം നമുക്കത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതിൻ്റെ 2 സീറോസും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും, അല്ലെങ്കിൽ 2 സീറോസും ഈക്വൽ നമ്പർ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൽഫയും ബീറ്റയും ആയിരിക്കൂലേ അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുമ്പോൾ ആൽഫയും ബീറ്റയും ആണ് സീറോസ്. അപ്പോൾ അതിൻ്റെ സം എന്തായിരിക്കണം? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ നെഗറ്റീവ് ഇവിടെ +88 ആണ്. അപ്പോൾ അതെന്തായിരിക്കണം? -88. കാരണം നമ്മളിവിടെ ജനറൽ ഫോം എന്താ പറഞ്ഞത്? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ആണ്. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തിലായിരിക്കണം? മൈനസിലായിരിക്കണം. അവിടുത്തെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ +88 അല്ല -88. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈൻ. അപ്പോൾ -88. അപ്പോൾ സം ഇവിടെ എന്തായിരിക്കണം? ഈ ഒരു പോളിനോമിയലിൻ്റെ സം ഓഫ് ദ സീറോസ് -88ഉം അതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? ആൽഫ ബീറ്റ
പ്രോഡക്റ്റ് ലാസ്റ്റ് നമ്മുടെ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ തന്നെ 125 നമ്മളിതിൻ്റെ സീറോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സീറോസ് കാണാനായിട്ട് നമ്മൾ 2 നമ്പർ അസ്യൂം ചെയ്യൂലേ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 125 കിട്ടണം. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -88 കിട്ടണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അതിൽ സമ്മ് -88 കിട്ടണമെങ്കിൽ ആ 2 നമ്പറുകൾ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? അപ്പോഴാണ് നമുക്കത് ആഡ് ചെയ്യുമ്പോൾ -88 എന്ന് കിട്ടുക. ആ 2 നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കൂടിയിട്ട് എന്തായി മാറും? പോസിറ്റീവായിട്ട് മാറും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ 2 സീറോസും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് സൈനാണ് അല്ലേ? അതുകൊണ്ട് ആ 2 സീറോസും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ബോത്ത് ആർ നെഗറ്റീവ്. അപ്പോൾ മനസ്സിലായല്ലോ? നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കണു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൽഫയും ബീറ്റും ഈ ഒരു പോളിനോമിയലിൻ്റെ സീറോസാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്ന് വളരെ ഈസി അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് നമ്മുടെ സമ്മാണ്. സം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നോക്കിയേ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്. അപ്പോൾ അവിടെയാണ് സമ്മ് കിടക്കണേ. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ നെഗറ്റീവ് സൈൻ വേണം. ഇവിടെ +5x ആണ്. അപ്പോൾ നമ്മുടെ സം എന്തായിരിക്കണം? -5 ആയിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ജനറൽ ഫോമിൽ ഒരു നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ +5 അല്ല -5 ആയിരിക്കും നമ്മുടെ സം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫയും ബീറ്റയും ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ ബീറ്റ ഇവിടെ നമ്മൾ സമ്മ് പറഞ്ഞില്ലേ, അതുപോലെ അതിൻ്റെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് എന്തായിരിക്കണം എന്ന്. അപ്പോൾ ഇവിടെ നോക്കിയേ 2x² + 5x - 9. പക്ഷെ നമ്മുടെ ജനറൽ ഫോമിൽ x² ആണ്, 2x² അല്ല, x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്നാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നാലേ നമ്മുടെ ജനറൽ ഫോം ആവുള്ളൂ. അപ്പോൾ അതെന്തായി മാറും? x² 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ +5/2x -9/2 എന്ന് വരും. കണ്ടോ? നമുക്ക് ജനറൽ ഫോമിൽ x² കോയിഫിഷ്യൻ്റ് 1 ആണ് വേണ്ടത്. അപ്പോൾ 2x² ആയതുകൊണ്ട് ആ 2 കൊണ്ട് എല്ലാത്തിനെയും നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം ഏതാണെന്ന് നോക്കുക. കോൺസ്റ്റൻറ്റ് ടേം എന്താണ്? -9/2. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. സമ്മാണ് ചോദിച്ചെങ്കിൽ എക്സിൻ്റെ നെഗറ്റീവ് ടേം വേണം. അപ്പോൾ സമ്മായിരുന്നെങ്കിൽ ഇതിൽ ഈ പ്രോബ്ലത്തിൽ എന്ത് വരും? -5/2 വരും. മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. കെയിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. kx² + 3x + k. അതിൻ്റെ ഒരു സീറോ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സീറോ നമ്മൾ കണ്ടുപിടിക്കേണ്ട. ഈ പോളിനോമിയൽ കെയിലാണല്ലോ തന്നിരിക്കുന്നത്. ആ കെയുടെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മളൊന്ന് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ ഇതൊരു p(x) ആണ് ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. p(x) = kx² + 3x + k. ഇതാണ് നമ്മുടെ പോളിനോമിയൽ എന്ന് വിചാരിക്കുക. ഇപ്പോൾ 2 അതിൻ്റെ സീറോസ് ആണെങ്കിൽ p(2) എന്തായിരിക്കും? 0 ആയിരിക്കും. p(2) അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതായത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പോളിനോമിയലിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടണം? 0 എന്ന് കിട്ടണം. എന്നാലാണ് ആ 2 എന്ന് പറയുന്ന നമ്പർ അതിൻ്റെ 0 എന്ന് നമ്മൾ പറയുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് p(2) കണ്ടുപിടിക്കാം. p(2) = k ഇൻറ്റു എക്സിനാണ് കേട്ടോ 2 ഇട്ട് കൊടുക്കേണ്ടത്, കേക്കല്ല. 2², അപ്പോൾ 4 + 3 × 2 6 + k വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0 എന്ന് പറയാം. അപ്പോൾ 4k + 6 + k = 0. അതായത് 4k + k എത്രയാണ്? 5k. 5k + 6 = 0. അപ്പോൾ 5k = -6 എന്ന് പറയാം അല്ലേ? 5k = -6. അപ്പോൾ k = എന്ത് വരും? k = ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? -6 / 5. അപ്പോൾ kയുടെ വാല്യൂ എന്ത് കിട്ടി? -6/5. ഇവിടെ ഉണ്ടോ നോക്കിയേ? -6/5 നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ ഡി, -6/5. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ മനസ്സിലായില്ല എങ്ങനെ ചെയ്യാന്ന്? അപ്പോൾ ഇതൊക്കെ ഓരോരോ പ്രോബ്ലങ്ങളാണ്. അപ്പോൾ ഇതേപോലത്തെ സെയിം വേറെ പോളിനോമിയലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പാണ് നമുക്ക് ഇവിടെ തരുന്നുള്ളൂ കേട്ടോ. അപ്പം സെയിം പ്രോബ്ലം വേറെ പോളിനോമിയൽ വെച്ച് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം ഈ എല്ലാ പ്രോബ്ലംസും ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്